ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ നല്ല ചെറുമീൻ കറി മുളകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിന്ന് ഒരു വലിയ ചെറുമീനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ തലയൊക്കെ ഒന്ന് മുറിക്കണം. തല മുറിക്കണം ഭയങ്കര പാടായിരുന്നു, നല്ല കട്ടിയുള്ള തലയായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഷ്ണമാക്കിയിട്ടുണ്ട്. കറി തയ്യാറാക്കാനായിട്ട് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒരു അരമണിക്കൂറിന് മുമ്പേ ചെറിയ ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിരുന്ന തോട്ടുപുളി അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയും, അത് നമ്മൾ ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ആ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മീൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. അങ്ങനെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറി വാങ്ങാം. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.